ജിൽസി തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ തണുപ്പ് കാലം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വസന്തകാലമാണ് ഡൽഹിയിൽ. എല്ലായിടത്തും പുഷ്പങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത്. ചൂട് ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് അതികഠിനമായ ചൂടിലേക്ക് ഡൽഹി നീങ്ങാൻ പോവുകയാണ്. എന്തായാലും ഹോളി ആഘോഷങ്ങൾക്ക് ശേഷം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രണ്ടാം ഘട്ടം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. മണ്ഡല പുനർനിർണ്ണയം, അതുപോലെ തന്നെ വഖഫ് ഭേദഗതി നിയമങ്ങൾ, അതുപോലെ റെയിൽവേ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും പാർലമെന്റിൽ ചർച്ചയാവും. നമുക്കറിയാവുന്നതുപോലെ ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ത്രിഭാഷാ വിവാദത്തിൽ തമിഴ്നാട് DMK വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റ് ഇരുസഭകളിലും ഉയർത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരായ പ്രതിഷേധം ഇന്നും പാർലമെന്റ് ഇരുസഭകളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ റെയിൽവേ ബില്ലടക്കം മണിപ്പൂർ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ഒപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഈ എലോൺ മസ്കുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമൊക്കെയും വലിയ രീതിയിൽ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇന്നും ഈ വിഷയമൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലും ഉയർത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അശാന്തമാകാതിരിക്കുകയാണ് മണിപ്പൂർ കുക്കി സംഘടനകൾ വീണ്ടും സ്വയംഭരണ അധികാരം വേണമെന്ന ആവശ്യമായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് മണിപ്പൂരിൽ സമാധാനം മടക്കി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനായില്ല എന്നുള്ള വാദം കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതാക്കളടക്കം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. സമാനമായി തന്നെ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ നോക്കുകയാണെങ്കിൽ, ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഒരു ധർണ ഇന്ന് ജന്തർ മന്ദറിൽ 10 മണിക്ക് നടക്കുകയാണ്. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ, അതുപോലെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. നമുക്കറിയാവുന്നതുപോലെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ JPC ഒക്കെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഈ സെഷനിൽ തന്നെ, പാർലമെന്റ് ഈ സെഷനിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും കോൺഗ്രസ്, DMK, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രതിഷേധം ഇന്ന് 10 മണിക്ക് ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിക്കെതിരായ EDയുടെ ഹർജി ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. 12 മണിയോട് കൂടിയാണ് ഇത് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ജിൽസ്.